ഹായ് ഓൾ ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അതായത് 10th ലെവലിൽ നടക്കാൻ പോകുന്ന അടുത്ത ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. നമുക്ക് 10th മെയിൻസ്, അതുപോലെ LGS, LPUP അങ്ങനെയുള്ള എക്സാമുകളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, സെക്രട്ടേറിയറ്റ് OA മിസ്സായ ഉദ്യോഗാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരമാണ്. നന്നായിട്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പൊ ഈ പരീക്ഷയ്ക്ക് തയ്യാറാവുന്നവർക്കായിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, മാക്സിമം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറഞ്ഞ ഫീസിൽ ചെറിയൊരു കോഴ്സ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ കോഴ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമുക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിരിക്കുന്നത്. ബിക്കോസ് എക്സാം ഡേറ്റ് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കണം, ഓഗസ്റ്റ് 2, ഓഗസ്റ്റ് 9. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കത്തക്ക രീതിയിൽ ചെറിയ ചെറിയ ടിപ്സുകളും ക്യാപ്സ്യൂളുകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓഗസ്റ്റ് 2, ഓഗസ്റ്റ് 9 ഈ 2 ദിവസങ്ങളിലായിട്ട് ASM അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എക്സാം നടക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറാവുന്നവര് മൈൻഡിലുള്ള ഒരു കാര്യം ഞാൻ പറയാം. വേക്കൻസി കുറവായിരിക്കും ഇതിന്, അതുകൊണ്ട് അത്ര നന്നായിട്ടൊന്നും പഠിച്ചാലൊന്നും കിട്ടില്ല, അങ്ങനത്തെ ഒരു തിങ്കിങ് പല ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ട്. സോ അങ്ങനത്തെ ഒരു തിങ്കിങ് വെച്ചുകൊണ്ട് മക്കളെ ഒരിക്കലും നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് തയ്യാറാകരുത്. അതാണ് ആദ്യം മൈൻഡിൽ നിന്ന്. വേക്കൻസി കുറവാണെങ്കിലും എനിക്ക് ഒരു വേക്കൻസി മതി, ഞാൻ ആദ്യത്തെ ഒരു റാങ്കിൽ എത്തും, ആദ്യ റാങ്കുകളിൽ എത്തപ്പെടും എന്ന് വിചാരിച്ച് തന്നെ നിങ്ങൾ തയ്യാറാകുക. നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങുകളൊക്കെ മാറ്റിവെക്കുക. പിന്നെ കോമ്പറ്റീഷൻ, നല്ലതായിട്ട് കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താ പറയുക, കൂടുതലും PYQs അതുപോലെ തന്നെ വലിയ കുഴപ്പമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. WCP അങ്ങനെയല്ലായിരുന്നു. WCP സിലബസിൽ നിന്നൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി കുറച്ച് ആഴത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് പോയി. പക്ഷെ അതിന് മുമ്പുള്ള സെക്രട്ടേറിയറ്റ് OA ആണെങ്കിലും അതുപോലെ ഇപ്പൊ നടന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDC ഒക്കെ ചോദ്യങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത, പക്ഷെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ഇപ്പൊ അടുത്ത കാലങ്ങളിലായി നടന്ന കേരള PSC യുടെ പരീക്ഷകളുടെ ആ ചോദിച്ചിരിക്കുന്ന GK ഭാഗങ്ങള് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, ഡീപ്പായി പഠിക്കുക, തറായി പഠിക്കുക. തറായി പഠിക്കുക മീൻസ് പഠിച്ച കാര്യങ്ങൾ പിന്നെയും പിന്നെയും പിന്നെ റിവിഷൻ എടുക്കുക. എത്രത്തോളം നമ്മൾ റിവിഷൻ എടുക്കുന്നു അത് അത്രയും നല്ലതാണ്. കാരണം ഇപ്പൊ ക്വസ്റ്റ്യൻസ് അങ്ങ് ഭയങ്കര ഇതായിട്ട് വരുന്നില്ല, ഡീപ്പിലേക്ക് പോകുന്നില്ല. പക്ഷെ സെയിം ടൈം നിങ്ങളെ തെറ്റിക്കുക എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. കോമൺ ആയി ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഭാഗങ്ങള്, അതുപോലെ ഈ നമ്മുടെ LDC ആണെങ്കിലും LGS ലും ഒക്കെ ചോദിച്ചിട്ടുള്ള GK ഏരിയാസ്, അത് അവിടെ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും നമ്മൾ പറയത്തക്ക രീതിയിൽ നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടത്തക്ക രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ വേണ്ടത്. ഇപ്പം ഒരു എക്സാമ്പിൾ നിങ്ങൾ പറയുകയാണ്, ഹിസ്റ്ററിയിലെ ഏതെങ്കിലും ഒരു ടോപ്പിക് അല്ലെങ്കിൽ ബയോളജിയിലെ വൈറ്റമിൻസ് ആ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പം 2-3 ക്ലാസ്സുകൾ ഇഷ്ടം, യൂട്യൂബിലൊക്കെ ഒരുപാട് ഫ്രീ ക്ലാസ്സുകളുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ കോച്ചിങ് ഒക്കെ എടുത്തിട്ടുള്ളവരാണ് 2-3 ക്ലാസ്സുകൾ കേൾക്കുക. അത് കേൾക്കുമ്പോൾ തന്നെ, അതായത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഇതിലേക്ക് ആ ഒരു 3 തവണ കേട്ട് കഴിയുമ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആക്കി വെക്കുക. അല്ല ഓടിച്ചിട്ടുള്ള പഠനം അല്ല വേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ. കറണ്ട് അഫേഴ്സ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഒക്കെയാണ് ഇപ്പൊ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. 2025 ജൂലൈ വരെയുള്ള കറണ്ട് അഫേഴ്സ്, 2024 ഇമ്പോർട്ടന്റ് കറണ്ട് അഫേഴ്സ്, 23-ലെയും 22-ലെയും ഒക്കെ പ്രധാനപ്പെട്ട അവാർഡുകൾ, ദെൻ അതേപോലെ നമ്മൾ ഒരു അവാർഡുകളൊക്കെ പഠിക്കുമ്പോൾ അത് ആദ്യം കൊടുത്തത് ആർക്കാണ്, ആദ്യം കിട്ടിയത് ആർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല, അവാർഡിന്റെ തുക എത്ര, അതെല്ലാം പഠിച്ചിരിക്കണം. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നമ്മുടെ റാങ്ക് മേക്കിംഗ് ആണ്. അതിന് ഒരു ക്വസ്റ്റ്യൻ, ഒരു ടോപ്പിക് പോലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രം ഏതെങ്കിലും ഒരു ടോപ്പിക് സ്കിപ്പ് ചെയ്യുക. പക്ഷെ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. പിന്നെ ഇംഗ്ലീഷിലെ ആണെങ്കിലും മലയാളത്തിലെ ആണെങ്കിലും സിനോണിംസും ആന്റോണിംസും വൊക്കാബുലറികളും ഒക്കെ ചോദിക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്നത് PYQs ആണ്. സോ PYQ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പം നമ്മുടെ കയ്യിലുള്ള സമയമാണെങ്കിൽ ഒരാഴ്ചയോളം ഉണ്ട്. ആ ഒരു സമയത്ത് അത് പറ്റിയാൽ നിങ്ങൾ അത് വാങ്ങിച്ച് അതിൽ നിന്നുള്ള PYQs, അതായത് സിനോണിംസും ആന്റോണിംസും ഒക്കെ തന്നെ നോക്കി നല്ല രീതിയിൽ ഉഷാറോടുകൂടി, അതായത് നമ്മുടെ ഓട്ടക്കാരനാണ് നമ്മളിവിടെ, ഓട്ടം അവസാനിക്കുമ്പോൾ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോവാണ്. ആ സമയത്ത് മാക്സിമം എനർജിയിൽ വേണം ഓടാനായിട്ട്. അതായത് ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് തന്നെ പഠനം ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആപ്പ് ഇൻസ്റ്റാൾ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഫോൺ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ പ്രാക്ടീസ് ചെയ്യുക. കാരണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം ക്വസ്റ്റ്യൻസ് അതാണോ ഇതാണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ അതിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.